ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയും കൊണ്ടല്ല. നമ്മൾ കൊതുകുകളൊക്കെ നശിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മോസ്കിറ്റോ റെപ്പല്ലൻ്റ് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുള്ളൂ. ആര്യവേപ്പിലൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞു കുട്ടികളുള്ളിടത്താണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് കുത്തിവെക്കാൻ ശ്വസിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ കെമിക്കലൊന്നും ചേരാത്തത് കാരണം. അപ്പോൾ ഇപ്പോൾ ഈ കൊതുകിൻ്റെ ശല്യം മഴയൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ കൊതുകിൻ്റെ ശല്യമൊക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഈ മോസ്കിറ്റോ റെപ്പല്ലൻ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ബ്ലെൻഡർ എടുത്തിട്ട് കുറച്ച് ആര്യവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ട് ഒഴിവാക്കിയിട്ട് ഇല മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇത് ബോട്ടിൽ വേണമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആര്യവേപ്പിലൻ്റെ അളവ് കൂട്ടിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൻ്റെ ഒരു 2 പിടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ യൂസ് ചെയ്യുക കേട്ടോ. മരത്തിൽ നിന്ന് പൊട്ടിച്ച് കൊടുന്നിട്ട് ആ സമയം തന്നെ വാടാതെ തന്നെ എടുക്കുക. നല്ല നമുക്ക് ആ ഒരു നല്ലൊരു മണവും അതിൻ്റെ ആ ഒരു ഗുണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആര്യവേപ്പില എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് അരക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് പേസ്റ്റായി കിട്ടും. ഒരു പഴയ പാത്രം അരിപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമുക്കിതൊന്ന് അരച്ചൊഴിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം മതി നമുക്ക്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ടൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നാട്ടിലൊന്നും ആര്യവേപ്പില കിട്ടാനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവിടെയും തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. റോഡ് സൈഡിലൊക്കെ വലിയ വലിയ മരങ്ങളായിട്ട് തന്നെ ഇവിടെയും നമുക്ക് പൊട്ടിച്ച് കൊണ്ടുവരാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അരിവേപ്പിൻ്റെ ഈ ജ്യൂസ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇതിന് കഴിച്ചിനേപ്പിൻ്റെ എല്ലാം എന്നൊക്കെ പറയാറുണ്ട് ചില ഭാഗത്ത്. അതുപോലെ നീമാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നന്നായിട്ട് തന്നെ തിളപ്പിക്കുക. നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കർപ്പൂരാണ് ചേർക്കുന്നത്. നമുക്കിവിടെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ക്യാംഫർ ടാബ്ലറ്റ് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും കർപ്പൂരം എന്താണെന്നുള്ളത്. ഇതിലേക്ക് അതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവ് ചെയ്യുകയാണെങ്കിൽ 2 or 3 ടാബ്ലറ്റൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്സിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ഇതിന്. ഇത് ഈ ചൂട് കിടന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അലിയും. ഇങ്ങനെ ക്യാംഫർ ടാബ്ലറ്റ് ഇതിൽ കുറച്ച് മെഴുകുള്ള കാരണം ആണിത് കുറച്ച് ഇതാവാനുള്ള സമയം എടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം കിട്ടുകയാണെങ്കിൽ അത് ചേർത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ പച്ചക്കർപ്പൂരം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. ഇപ്പോൾ നാട്ടിലുള്ളവർക്ക് പച്ചക്കർപ്പൂരം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പച്ചക്കർപ്പൂരമാണ് കുറച്ചും കൂടെ സ്മെല്ലും നല്ലത്, അതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഈ ആര്യവേപ്പിൻ്റെ ഇതിൽ നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ നമുക്കിതൊന്ന് ബോയിൽ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെക്കാം കേട്ടോ അത്. അപ്പോൾ തണുത്ത ഒരു സമയമാകുമ്പോഴത്തേന് ആ ഒരു മെഴുകൊക്കെ നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഈ കർപ്പൂരം ഈ ഒരു ടാബ്ലറ്റ് ആയതുകൊണ്ട് ഇതിൽ മെഴുക് കൂടുതലാണ്. അപ്പോൾ പച്ചക്കർപ്പൂരം കിട്ടണമെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സെൻറ്റ് ഒഴിക്കുന്നുണ്ട്, നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്മെല്ല് വേണമെങ്കിലും ആ അത്തർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് കുത്തി വെക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സെൻറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, അത് സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ഇതില്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലൊരു സ്മെല്ലാണ് ഇതിന്. ഇനി ഇതുപോലത്തെ മൊസ്കിറ്റോ റെപ്പല്ലൻ്റ് ബോട്ടിൽ റീഫിൽ ബോട്ടിലുണ്ട് എങ്കിൽ അതിലാണ് നമ്മളിത് നിറക്കേണ്ടത് കേട്ടോ.
അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ മെഴുക് ഒക്കെ നമ്മൾ ആ ബോട്ടിലേക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ബോട്ടിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മെഴുകാണ് കംപ്ലീറ്റ് ഈ അരിപ്പിയിലുള്ളത്. ഈ ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 ബോട്ടിലേക്കുള്ളത് ഉണ്ട് കേട്ടോ. ഇനിയും ബാക്കിയുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ ഇതൊക്കെ ഗുഡ് നൈറ്റൊക്കെ കത്തിച്ച് വെക്കുന്ന പോലെ തന്നെ ഇനി ഇത് നമുക്കിതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളയാം. ഇപ്പോൾ നമ്മുടെ നല്ലൊരു മോസ്കിറ്റോ റെപ്പലൻ്റ് ആണ് കേട്ടോ. അത് നമുക്ക് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ ഇത് കത്തിച്ച് വെക്കുമ്പോഴും നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല. എന്താ വിചാരിച്ചാൽ അരിവെപ്പും ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ശ്വസിക്കുന്ന കാര്യത്തിലൊന്നും പ്രോബ്ലം വരില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കൊതുകുകളൊക്കെ എന്തായാലും പോകും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.